വെൽക്കം ടു ഫ്ലൈം ബേഡ്സ്. ഇന്ന് ഒരു ഫിഷ് നിർവ്വാണ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഷെഫ് പിള്ളയുടെ ഒരു കരിമീൻ വെച്ചിട്ടുള്ള നിർവ്വാണിയാണ് ഇന്ന് കാണിക്കുന്നത് വീട്ടിൽ. അതായത് കുറേ പേരൊക്കെ കഴിച്ചിട്ടുണ്ടാവും, കുറേ പേര് കഴിക്കാത്തവരുണ്ടാവും. കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് കാണിച്ചു തരുന്നത്. കരിമീൻ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സിമ്പിളായിട്ടാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത്. ഒരു പോർച്ചുഗീസുകാരുടെ ഡിഷാണെന്നാണ് ആൾ പറയണത്. അതായത് പോർച്ചുഗീസുകാർ പണ്ട് കാലത്ത് വന്നപ്പോൾ ഉണ്ടാക്കിയ സ്റ്റൂ ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഫിഷ് വെച്ചിട്ട് അവരുണ്ടാക്കിയ ഒരു ഡിഷായിരുന്നു ഈ നിർവ്വാണ എന്നുള്ളത്, ഫിഷ് നിർവ്വാണ. അപ്പോൾ അതിൻ്റെ മോഡേൺ ആയിട്ടുള്ള വേഷം വന്നതാണ് കരിമീൻ പൊള്ളിച്ചത് എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഈ കരിമീൻ വെച്ചിട്ടുള്ളൊരു നിർവ്വാണയാണ് ഇന്ന് കാണിക്കാൻ പോണത്. ഇത് മാരിനേഷൻ ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ സെയിം എല്ലാ ദിവസവും മീനായിട്ട് വറുക്കാൻ നമ്മൾ ഉപയോഗിക്കണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, നാരങ്ങ നീര് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് മാരിനേഷൻ ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ സിമ്പിളായിട്ടുള്ള ഈ നാളികേരപ്പാലിൽ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്ന് കാണിക്കാം. ഇത് നമ്മുടെ കരിമീൻ ഇവിടെ കഴുകി ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള മാരിനേഷൻ എന്ന് പറയാൻ സിമ്പിളായിട്ടുള്ള മാരിനേഷനാണ് ചെയ്യണത്. അതായത് അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾക്ക് മാരിനേഷനായിട്ട് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കാശ്മീരി പൗഡറും സാദാ എരിവുള്ള മുളക് പൊടിയും കുറച്ച് പെപ്പറും ഒരു ലൈമും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് തിരുമ്മി വയ്ക്കാം. കുറേ നാരങ്ങ ഞാൻ പിഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും, അതായത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സെയിം മാരിനേഷൻ. ഇനി ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ഇതൊരു എല്ലാ മീനിലേക്ക് നമുക്ക് പുരട്ടി വയ്ക്കാം. അപ്പോൾ ഈ റെഡിയാക്കി വെച്ചേക്കണ ഈ പേസ്റ്റില്ലേ, ഇത് നല്ലോണം മീനുകളിലേക്ക് തിരുമ്മി വയ്ക്കാം. ഉള്ളിലും പുറത്തും ഒക്കെ നല്ലോണം തിരുമ്മി മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ ഇവിടെ ഫിഷിൽ, അതായത് ഈ കരിമീനിൽ ഞാൻ എല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് തിരുമ്മി ഉപ്പും മുളകൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ്, മുളക്, പുളിയെല്ലാം നോക്കി അതെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് നേരം ഒരു 15-20 മിനിറ്റ് നേരം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇവിടെ ഈ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 15-20 മിനിറ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാം. ഇവിടെ കരിമീൻ നമ്മുടെ ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് മെയിനായിട്ടുള്ള കാര്യം ചെയ്യാൻ പോണത്. ഇത് നമ്മുടെ ഉരുളിയാണ്. ഉരുളി ഞാൻ ചൂടാക്കാൻ വെച്ചേക്കാണ്. അതുപോലെ തന്നെ ഒരു വാഴയില ഞാൻ വാട്ടി വെച്ചു കേട്ടോ. ഇനി ഇത് ഒരെണ്ണം ചെയ്യണമെങ്കിൽ നമുക്ക് വല്ല അപ്പച്ചട്ടിയിലൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ മൺപാത്രത്തിൽ ചെയ്യാം. ഇതിപ്പോൾ കൂടുതലുള്ള കാരണമാണ് വലിയ ഉരുളി എടുത്തത്. കുഴിയുള്ളൊരു പാത്രം വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് വാഴയില വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ അടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക്, ഈ ഇലയുടെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ മീനുകളൊക്കെ ഇതിലേക്ക് പറക്കി വയ്ക്കാം. നമ്മുടെ ഈ ഫിഷ് നല്ല തേങ്ങാപ്പാലെടുത്തേക്കണം. ഒരു വലിയൊരു നാളികേരം കേട്ടോ. ഒരു വലിയൊരു നാളികേരം അധികം വെള്ളം ഒഴിക്കാണ്ട് പിഴിഞ്ഞേക്കാണ്. ഒരുവിധം നല്ല തൻപാൽ കട്ടിയിൽ കിട്ടണം. ഇത് ഈ മീൻ ഒന്ന് മുങ്ങി കിടക്കാൻ മാതിരി ഒഴിക്കണം, എന്നാലല്ലേ അതിലേക്ക് നല്ലോണം പിടിക്കുള്ളൂ. ഇനി നമ്മുടെ ഐറ്റംസ് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇഞ്ചിയുടെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇഞ്ചി കുഞ്ഞു പീസുകളായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചേക്കാം. ഇഞ്ചി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ
നാളികേരം നൈസായിട്ട് ഇങ്ങനെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലും ഞാൻ നൈസായിട്ട് അരിഞ്ഞുണ്ട്, അത് ഇതിൻ്റെ മുകളിലിടാം. പിന്നെ കുറച്ച് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇടാം. ഇനി ഇതിൻ്റെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മാങ്ങ. ഇത് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാം, അപ്പോൾ വേഗം റെഡി ആയിക്കോളും. ഒക്കെ പുളിയൊക്കെ അവരവരുടെ ഇതിനനുസരിച്ച്, പിന്നെ മാങ്ങയൊക്കെ പലർക്കും പലതരമല്ലേ. അപ്പം ഞാനൊരു 2 വലിയ പൂളാണ് ഇത്രയും ഇതിനൊക്കെ എടുത്തേക്കണം. പിന്നെ ഇതിൻ്റെ മുകളിൽ ആവശ്യത്തിനുള്ള ഉപ്പിടാം, ഇത്തിരി കുരുമുളക് പൊടി. ഇതിലേക്ക് ചാറിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് മതി, കാരണം നമ്മൾ ഓൾറെഡി മീനിലേക്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം ഇടാൻ. ഉപ്പിടാം, കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഇനി ഇതിൽ കിടന്ന് നല്ലോണം തിളച്ച് കുക്കാവട്ടെ. പാത്രം വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി സ്ലോ കുക്കിംഗ് ആണ് ചെയ്യണത്. നല്ലോണം അതിങ്ങനെ അതിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. നമ്മുടെ ഫിഷ് നിർവാണ അതേ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്, നല്ല നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. ഇത് നമ്മുടെ നിർവാണിയും, ഇത് നമ്മളെ ഇതിന് കോമ്പിനേഷനായിട്ട് ഇന്ന് കഴിക്കുന്നത് നല്ല ആവി പറക്കണ ബ്രെഡ്. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൻ്റെ രുചിയും ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റാണ് മുന്നോട്ട് വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്രെഡ് നല്ല കോമ്പിനേഷൻ തന്നെയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ധാരാളം. ഇനി പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല തന്നെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.